കൊട്ടിയൂർ പീഡന കേസിൽ ഫാദർ റോബിൻ കുറ്റക്കാരനാണെന്ന് കോടതി. തലശ്ശേരി പോക്സോ കോടതിയുടേതാണ് വിധി. മറ്റ് 6 പ്രതികളെ വെറുതെ വിട്ടു. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് വന്നിട്ടുള്ളത്. ഫാദർ റോബിൻ കുറ്റക്കാരനാണ് എന്ന് കൊട്ടിയൂർ പീഡന കേസിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങളിലേക്ക്. ഫാദർ റോബിൻ വടക്കഞ്ചേരി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതേസമയം മറ്റു പ്രതികൾക്കെതിരെയുള്ള കുറ്റകൃത്യ വകുപ്പുകൾ നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. 7 പ്രതികളാണ് വിചാരണ നേരിട്ടത്. അതിൽ ഫാദർ റോബിൻ വടക്കഞ്ചേരിക്ക് മാത്രമേ ഈ വകുപ്പുകൾ നിലനിൽക്കുകയുള്ളൂ എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് 6 പ്രതികളെയും കോടതി നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു. ഈ കേസിൽ പ്രതികളായിരുന്നത് ഫാദർ റോബിൻ വടക്കഞ്ചേരിയുടെ സഹായിയായിരുന്ന തങ്കമ്മ നെല്ലിയാനി, അതുപോലെ ലിസ് മരിയ, സിസ്റ്റർ അനീറ്റ, സിസ്റ്റർ ഒഫ്ലിയാത്ത്, അതുപോലെ തോമസ് ജോസഫ് തേരകം, ഡോക്ടർ ബെറ്റി ജോസഫ് എന്നിവരായിരുന്നു ഈ കേസിലെ പ്രതികൾ. ഈ 1ാമൻ പ്രതി ഈ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്തു. വൈദികൻ അതിന് ഒത്താശ ചെയ്യുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും പിന്നീട് കുറ്റകൃത്യം മറച്ചുവെക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയിലും മറ്റും പങ്കാളിയായി എന്നായിരുന്നു മറ്റ് 6 പേർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. എന്നാൽ ഇത് നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഫാദർ റോബിൻ വടക്കഞ്ചേരിക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റം നിലനിൽക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പെൺകുട്ടി ഈ കോടതിയുടെ വിചാരണ സമയത്ത് മൊഴി മാറ്റി പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് തന്നെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉളവാക്കിയിരുന്നു. മാതാപിതാക്കളും പെൺകുട്ടിയുടെ ഈ വിചാരണഘട്ട വേളയിൽ മൊഴി മാറ്റി കൂറുമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ആ ഘട്ടത്തിൽ വലിയ ആശങ്കയിലായിരുന്നു. എങ്കിലും ഈ കുറ്റകൃത്യം തെളിയിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള രേഖകൾ, പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും അതുപോലെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കിയിരുന്നു. 80 രേഖകളാണ് കോടതി ഇത് സംബന്ധിച്ച് പരിഗണിച്ചത്. ഇതിൽ നിന്നാണ് ഫാദർ റോബിൻ വടക്കഞ്ചേരി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം മറ്റു പ്രതികളുടെ കാര്യത്തിൽ കോടതി അവർക്ക് അനുകൂലമായ വിധിയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. ഫാദർ റോബിൻ വടക്കഞ്ചേരിക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. രഞ്ജിത്ത്, മനു, ഇന്ന് തന്നെ ശിക്ഷ വിധിക്കുമെന്നാണോ പറയുന്നത്? ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടായിരിക്കും. കാരണം ഇതിൽ റോബിൻ വടക്കഞ്ചേരിക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള നിരവധി വകുപ്പുകളിൽ 276 പോലുള്ള ചില വകുപ്പുകൾ മാത്രമാണ് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ആ വകുപ്പുകൾക്കുള്ള ശിക്ഷ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. മറ്റ് പ്രതികൾക്ക് ഇന്ന് ഇതോടുകൂടി അവർക്ക് പോകാനാകും. നിരപരാധികൾ എന്ന് അതായത് ഈ ഫാദർ റോബിൻ വടക്കഞ്ചേരിയുടെ കാര്യത്തിൽ, ഇതിലെ കേസിലെ പ്രധാന പ്രതിയുടെ കാര്യത്തിലെ കുറ്റങ്ങളെല്ലാം തെളിയിക്കാനായിട്ടുണ്ടോ കോടതി? എല്ലാ കുറ്റങ്ങളുടെ കാര്യത്തിലും ഇല്ല. എങ്കിലും ചില കാര്യങ്ങൾ, 276 ഉൾപ്പെടെയുള്ള ചില വകുപ്പുകളിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രതി കുറ്റക്കാരനാണ് എന്നാണ് കോടതിയുടെ നിലപാട്. കാരണം ഇത് സംബന്ധിച്ചുള്ള രേഖകളാണ് പ്രധാനമായും കോടതി അവലംബിച്ചത്. കാരണം നമുക്കറിയാം, വിചാരണ വേളയിൽ ഈ പെൺകുട്ടിയും മൊഴി മാറുകയും അതുപോലെ തന്നെ മാതാപിതാക്കൾ കൂറുമാറുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ പിന്നീട് വാദങ്ങളിൽ പ്രധാനമായി ഉയർത്തിയത് ഈ സർക്കാർ രേഖകളും അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളും അത് സംബന്ധിച്ചുള്ള വാദഗതികളുമായിരുന്നു. ആ വാദഗതികളുടെ കോടതി അംഗീകരിച്ചു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതായത് ഇയാൾക്കെതിരെ ചുമത്തിയ പ്രധാന കുറ്റം, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പ്രധാന കുറ്റം കോടതി പ്രോസിക്യൂഷന് തെളിയിക്കാനായിട്ടുണ്ടോ? ശിക്ഷ, നിയമ വിദഗ്ധർ പറയുന്നത് എന്താണ്? ശിക്ഷ ഏത് വിധത്തിൽ ലഭിക്കാവുന്ന കുറ്റമാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്? അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും അല്പസമയത്തിനകം കോടതി ഇത് സംബന്ധിച്ചുള്ള വ്യക്തത കൃത്യമായി ഇത് സംബന്ധിച്ചുള്ള വിധി പ്രസ്താവിക്കും. അതുവരെ കാത്തിരിക്കുക എന്നത് തന്നെയാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. കാരണം വളരെ കേസ് ദുർബലമായി എന്നൊരു ആശയം വരെ, അല്ലെങ്കിൽ അത്തരം ഒരു സങ്കല്പം വരെ ദുർബലമായി എന്ന ഒരു സാഹചര്യം വരെ നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ശിക്ഷ ഉണ്ടായേക്കില്ല എന്ന അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണം നിയമവൃത്തങ്ങളിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. അത് അനുസരിച്ചാണ് ഇപ്പോൾ എല്ലാവരും ഈ വിധിയെ ഉറ്റുനോക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം വിധി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ അതുവരെ കാത്തിരിക്കാൻ തന്നെയാണ് നിയമവൃത്തങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നുവെച്ചാൽ മനു, ഈ പ്രധാന ഗുരുതര ആരോപണങ്ങളിൽ നിന്ന് വിസ്താരവേളയിൽ ഈ ഇരയുടെയും മാതാപിതാക്കളുടെയും എല്ലാം മൊഴി മാറ്റിച്ചതിലൂടെ, അല്ലെങ്കിൽ അവർ കാലുമാറിയതിലൂടെ, അല്ലെങ്കിൽ അവർ മൊഴി മാറ്റിയതിലൂടെ വലിയ ശിക്ഷയിൽ നിന്നും കുറ്റം തെളിയിക്കുന്നതിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനായിട്ടുണ്ട് പ്രതിക്ക് എന്ന് വേണം മനു പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്.
അതെ അതെ, പ്രധാനമായും കാരണം ഇതിൻ്റെ ഒരു കാര്യം, ഈ കേസിൻ്റെ തുടക്ക ഘട്ടങ്ങളിൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള വ്യാപകമായ ഒരു ശ്രമം നടന്നു എന്നൊരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രതിഭാഗത്തിന് വേണ്ടി വളരെ പ്രഗത്ഭനായ അഭിഭാഷകൻ തന്നെയാണ് ഹാജരായത്. പ്രത്യേകിച്ച് DNA ടെസ്റ്റ് പോലുള്ള മേഖലകളിൽ അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള GV റാവുവിനെ പോലുള്ള ആളുകളാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത്. അതുമാത്രവുമല്ല, ഈ 2018 ഓഗസ്റ്റിൽ ഇതിൻ്റെ വിചാരണ ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ 10 പ്രതികളിൽ 3 പേരെ സുപ്രീം കോടതി തന്നെ അവർക്കെതിരെയുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് കണ്ട് ഒഴിവാക്കിയിരുന്നു. ബാക്കി 7 പേരാണ് വിചാരണ നേരിട്ടത്. ആ 7 പേരിൽ ഇവിടെ വിചാരണ നേരിടുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യ ദിവസം ഓഗസ്റ്റ് 1-ന് 2018 ഓഗസ്റ്റ് 1-ന് തന്നെ ഇതിൻ്റെ വിചാരണ എടുത്തപ്പോൾ പെൺകുട്ടി തൻ്റെ മൊഴി മാറ്റുകയായിരുന്നു. ഫാദർ റോബിനുമൊത്ത് വിവാഹ ജീവിതം നയിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന നിലപാടാണ് പെൺകുട്ടി ആ വിഷയത്തിൽ സ്വീകരിച്ചത്. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളാകട്ടെ പെൺകുട്ടിക്ക് ഈ 2016-ൽ ഫാദർ റോബിനുമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ഘട്ടത്തിൽ പ്രായപൂർത്തിയായിരുന്നു എന്ന നിലപാടാണ് കോടതിയിൽ രഹസ്യ വിസ്താരത്തിനിടയിൽ ആ നിലപാടാണ് അവർ എടുത്തത്. കാരണം സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ചില തെറ്റുകൾ വന്നതാണ്. മറിച്ച് മാമോദിസ രേഖകളും അതുപോലെ മറ്റു രേഖകളും പരിശോധിച്ചാൽ അത് വ്യക്തമാകുമെന്നും ഇവർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ ഈ പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കാനുള്ള ശാസ്ത്രീയ പരിശോധനകൾ വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ കേസിലെ സാക്ഷികളുടെ മൊഴികളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലമായിരുന്നു എന്ന് വ്യക്തമാണ്. അതിൽ നിന്ന് ആ ഘട്ടത്തിലാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഈ രേഖകളെ ആശ്രയിച്ചത്. 80ഓളം രേഖകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത്. 38 സാക്ഷികളെ വിസ്തരിച്ചു. അതിൽ ഒപ്പം തന്നെ 80 രേഖകൾ സമർപ്പിച്ചു. ഈ 80 രേഖകൾ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, പ്രാദേശിക തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ സ്കൂൾ രേഖകൾ, ഇതെല്ലാം തന്നെയാണ് കോടതി പ്രധാനമായും കോടതിയിൽ പ്രോസിക്യൂഷൻ ശക്തമായി ഉയർത്തി കാണിച്ചത്. ഇതിൻ്റെ ഒരു പിൻബലത്തിൽ മാത്രമാണ് വാദഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞ സാക്ഷികളെല്ലാം തന്നെ എന്ന് പറയുമ്പോൾ അതായത് ഏറ്റവും നിർണായകമായ 1, 2, 3 സാക്ഷികൾ, പെൺകുട്ടിയുടെ അച്ഛൻ, അമ്മ തുടങ്ങിയ ആളുകൾ ഇത്തരത്തിൽ മാറിയതാണ് പ്രോസിക്യൂഷൻ ഒരു വീഴ്ചയുണ്ടായത്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ തിരിച്ചടിയായത്. മനുവിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ കെന്നഡി കരിമ്പുംകാല ടെലിഫോൺ ലൈനിൽ ചേർന്നു. കെന്നഡി, ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളും എല്ലാം മൊഴി മാറ്റി, എന്നിട്ടും രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആ കേസ് പ്രോസിക്യൂഷന് തെളിയിക്കാനാകുന്നു. ശിക്ഷ കോടതി വിധിക്കാനിരിക്കുന്നതേ ഉള്ളൂ. പോക്സോ നിയമപ്രകാരമാണ് പ്രതിയായ വൈദികൻ അറസ്റ്റിലായതും കേസിനെ നേരിട്ടതും. ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന ഗൗരവപ്പെട്ട വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് കൊട്ടിയൂർ പീഡന കേസിൽ. തീർച്ചയായിട്ടും ആ വിധിയെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. കാരണം ഒരു പുരോഹിതനാണ് അതും ഒരു സീനിയർ പുരോഹിതൻ, ചെറിയ കൊച്ചനൊന്നും അല്ല, വളരെ ഉത്തരവാദിത്തത്തോടെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ച ആളാണ്. പിന്നെ ഒരുപാട് ദീപികയുടെ അടക്കമുള്ള തലപ്പത്തും അങ്ങനെ ഒരുപാട് വലിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്ന അദ്ദേഹമാണ്. ഒരുപാട് ജീവിത പരിചയവുമുള്ള ആളാണ്. അങ്ങനെ ഒരു ഇതുപോലൊരു ഭീമാബദ്ധം, ഇതുപോലൊരു വലിയ അബദ്ധം എന്നല്ല എന്ന് പറയുക, ഒരു വലിയ ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റം ഒരിക്കലും അദ്ദേഹത്തിൽ നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു. എവിടെയൊക്കെയോ മൂല്യച്യുതികൾ വരുന്നു. അത് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പായും പറഞ്ഞ, സഭയിൽ ഇത്തരം മൂല്യച്യുതികൾ വരുന്നു, ഇത്തരം പുഴുക്കുത്തുകൾ സഭയിലുണ്ടെന്ന്. അത് ആ പുഴുക്കുത്തിൽ ഒന്നായി ഫാദർ റോബിൻ മാറിയതിൽ വിഷമമുണ്ട്. കാരണം ഇത്രയും നല്ല സ്ഥാനങ്ങളിൽ ഇരുന്ന ശേഷം എന്തുകൊണ്ട് ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ വരുന്നു എന്നതിനെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസവും കെന്നഡി, അതാകെ സഭയ്ക്ക് അപമാനകരമായ ഒരു സാഹചര്യം കൂടിയല്ലേ ഇവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. സംഭാവനയേക്കാൾ വലിയ അവമതിപ്പ് സഭയ്ക്ക് സൃഷ്ടിച്ചുകൊണ്ടല്ലേ ഒരു കുറ്റവാളിയായി ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞാനാ പറഞ്ഞത്, അതിന് ഒരു ന്യായവും പറയാനില്ല, ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യവും ആർക്കുമില്ല. അത് തീർച്ചയായിട്ടും തള്ളിക്കളയേണ്ടത് തന്നെയാണ്. കാരണം അതുപോലുള്ള വലിയ ഭീമമായ ഒരു തെറ്റാണ് ചെയ്തത്. അതിനെയൊക്കെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് പിന്നെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇതുപോലത്തെ ഒരു സ്ഥാനത്തിരുന്ന ഒരു ആളുടെ ഇതുപോലത്തെ തെറ്റുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുരോഹിതന്റെ എന്താ പറയുക, ഈ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഇനി ഒരു സഭാ വസ്ത്രം കണ്ടാൽ ഭയം തോന്നുന്ന നിലയിലേക്കായില്ലേ. കോടതി ശിക്ഷിക്കുമ്പോഴെങ്കിലും സഭയുടെ കണ്ണ് തുറക്കപ്പെടണം. അതിന് എനിക്ക് തോന്നുന്നു സഭയെ മൊത്തത്തിൽ അങ്ങനെ ഇതായിട്ട് പറയണമെന്നില്ല. ഏതാനും ചില വ്യക്തികളാണ് ഇത്തരം പേരുദോഷത്തിന് കാരണമാകുന്നത്. ഞാൻ കാണുന്നത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊരു 2 മിനിറ്റ് തരണം. ഇതിന്റെ പ്രധാന കാരണമായി ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുകയാണ്. ഈ പുരോഹിതർക്ക് എല്ലാ വർഷവും ഒരു ആണ്ട് ധ്യാനം നടത്താറുണ്ട്. എല്ലാ വർഷവും നടത്തുന്ന ഈ ധ്യാനം
ഇവരെ ഒരു റിജുവിനേറ്റ് ചെയ്യാനും ഇവരെ സ്വയം തന്നെ എന്താ പറയാ എന്തെങ്കിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായ കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായ തെറ്റുകുറ്റങ്ങളുണ്ടോ, എവിടെയെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ മാറാനുണ്ടോ, സ്വയം ഒന്ന് റിലീഫ് ആവുന്നതിനും അത്തരം ആ ധ്യാനം ശരിക്കും പറഞ്ഞാൽ വെറും വഴിപാടായി മാറുന്നു എന്ന് വേണം കരുതാൻ. ഈ വൈദികരൊക്കെ വെറുതെ അവിടെ പോയിരുന്ന് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ സംസാരിച്ച് കുറച്ചു ദിവസം താമസിച്ച് 8-10 ദിവസം പിരിയുന്നു എന്ന് വേണം കാണാൻ. തീർച്ചയായിട്ടും സഭയുടെ മേലധികാരികൾ, സഭാ നേതൃത്വം ഈ ആണ്ട് ധ്യാനത്തെ വളരെ ഗൗരവമായി കാണുകയും പുരോഹിതരെ എല്ലാ വർഷവും ആ രീതിയിലുള്ള ഒരു അപ്ഡേഷൻ, ആ തരത്തിലുള്ള ഒരു എന്താ പറയുക ആന്തരികമായ ആധ്യാത്മികമായ ഔന്നത്യത്തിലേക്ക് എത്തിരിക്കുന്നതിനുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് എന്നുള്ള രീതിയിൽ അത് കണക്കാക്കി കണ്ടിന്യൂസ് സപ്പോർട്ട് കൊടുക്കാനായിട്ട് സഭാ നേതൃത്വം അതിന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു സമയമാണെന്ന് കൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി ശ്രീ കെന്നഡി കരിമ്പുങ്കാല. ഇപ്പോൾ സിസ്റ്റർ ജസ്മി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സിസ്റ്റർ ജസ്മി, ഏതായാലും കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുമ്പോഴെങ്കിലും മറ്റു പല കാര്യങ്ങളിലും ഇപ്പോൾ ശ്രീ കെന്നഡിയൊക്കെ ആണെങ്കിൽ ഈ ബിഷപ്പിൻ്റെ കേസിലൊക്കെ അല്ലെങ്കിൽ കർദിനാളുടെ ഭൂമി ഇടപാടിലുമൊക്കെ സഭയുടെ നടപടികളെയും കർദിനാളിനെയും ഒക്കെ ന്യായീകരിച്ച് നിലപാടെടുത്ത ആളുകളാണ്. കോടതി വിധിക്കുമ്പോൾ നിശ്ചയമായും ഇതൊരു വലിയ അവമതിപ്പ് തന്നെയാണ്, സഭയ്ക്ക് അപമാനമാണ് എന്ന് അവരൊക്കെ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതാർക്കും അംഗീകരിക്കാതെ മുന്നോട്ട് പോകാനുമാകില്ല. ഇവിടെ ഈ കേസിൽ പെൺകുട്ടി, അവരുടെ മാതാപിതാക്കൾ, ഇവരുടെ എല്ലാം മൊഴി മാറ്റുക എന്ന് പറഞ്ഞാൽ ആ കോടതിയിലെ കേസിൻ്റെ കാലത്ത് എത്രമാത്രം സ്വാധീനം ഈ പ്രതിയടക്കം ചെലുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ്. അതെല്ലാം ഉണ്ടായിട്ടും ഈ രേഖകളൊക്കെ പരിശോധിച്ചാണ് കോടതി ഇപ്പോൾ ഫാദർ റോബിൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിക്ഷ എന്ത് എന്നിപ്പോൾ പറയാറായിട്ടില്ല, അതിൻ്റെ വിവരങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. എങ്കിലും ഇതുപോലൊരു കേസിൽ വൈദികൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ച സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതെ, ശിക്ഷ എന്തുമാകട്ടെ, ദൈവത്തിന്റെ ശിക്ഷ അവിടെ മുകളിലുണ്ട്. ഈ കോടതിയുടെ ശിക്ഷ എന്തുമാകട്ടെ, അവരത് കണ്ടെത്തി എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. കാരണം കുറ്റം ചെയ്തവർ സ്വാധീനമുള്ളവരും വലിയവരും വിശുദ്ധ പദവി പോലെ പുരോഹിതരും ഒക്കെ ആയിക്കഴിയുമ്പോൾ സം ആർ മോർ ഈക്വൽ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് രക്ഷപ്പെടുന്ന ഇത് കാണുമ്പോഴാണ് നമുക്ക് കോടതിയിലുള്ള വിശ്വാസം പോലും പോകാറ്. ഇപ്പൊ നമുക്ക് കോടതി നീതി ചെയ്യുന്നു, സത്യമാണെന്നും തെറ്റാണെന്നും പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം തോന്നുന്നുണ്ട്. അത് ഒരാളെ വിധിക്കുന്നത് കൊണ്ടുള്ള ആശ്വാസമല്ല, അത് മറ്റു തെറ്റ് ചെയ്യുന്നവർക്ക് ഒരു മാനസാന്തരത്തിന് മാർഗമാകും. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ രക്ഷപ്പെട്ട് പലതും മൂടി വെക്കപ്പെട്ടു, ഇനി പുറത്തറിഞ്ഞത് തന്നെ പലതും രക്ഷപ്പെട്ടു പോകുന്നു. അവരുടെ സ്വാധീനം കൊണ്ട്, പണം കൊണ്ട്, അവരുടെ അണികളുടെ ബലം കൊണ്ട്, അവരുടെ തന്നെ ബലം കൊണ്ട് ഒക്കെ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും അതൊരു എക്സ്ക്യൂസാണ് തെറ്റിയാൻ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവമൊക്കെ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണു തുറക്കുന്നതാണ് വിശ്വാസികൾക്കും ഒരു ആശ്വാസം കിട്ടും. അതായത് ആര് തെറ്റ് ചെയ്താലും, അത് വിശ്വാസി തെറ്റ് ചെയ്താലോ പുരോഹിതനോ കന്യാസ്ത്രീയോ തെറ്റ് ചെയ്താലോ തെറ്റാണെന്ന് നിഷ്പക്ഷമായി പറയാൻ കോടതിക്ക് കഴിയും എന്ന് പറയുമ്പോൾ ഇവിടെ നീതിയും ന്യായവും നിലനിൽക്കുന്നു എന്നൊരാശ്വാസം വിശ്വാസികൾക്കുണ്ടാകും. പക്ഷേ സിസ്റ്റർ ജസ്മി, ഇപ്പോഴും സഭാ പരിസരങ്ങളിൽ നിന്ന് നോക്കിയാൽ ഈ വൈദികർ ചെയ്യുന്ന തെറ്റ്, പുരോഹിതർ ചെയ്യുന്ന തെറ്റും കന്യാസ്ത്രീയിൽ ആരോപിക്കുന്ന തെറ്റിലും ഒരേ രീതിയിൽ കാണാൻ, ഒരേ തരത്തിൽ കാണാൻ തയ്യാറാകാത്തൊരു മനോഭാവം ഇപ്പോഴും സഭയ്ക്കുണ്ടല്ലോ. സഭയ്ക്കുണ്ട്, കോടതിക്കും കൂടി അത് വന്നാൽ നമ്മൾ പെട്ടുപോയേനെ. അപ്പോ കോടതിയെങ്കിലും ഈ നീതി ന്യായം അതിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഇത് കുറ്റമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുമ്പോൾ നമുക്കതൊരു പ്രത്യാശയാണ്. അങ്ങനെയെങ്കിലും ചില വിശ്വാസികളുടെയെങ്കിലും കണ്ണു തുറക്കട്ടെ, സഭയുടെയും കണ്ണു തുറക്കട്ടെ. അതായത് ഞങ്ങളായാലും ഞങ്ങൾ ഇതിന്റെ ഉള്ളിലിരുന്ന് വിശുദ്ധ വസ്ത്രം ധരിച്ചിട്ട് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു സ്വാധീനമുള്ള പുരോഹിതനായിട്ട് പോലും അത് കുറ്റക്കാരനാണെന്ന് പറയാൻ കോടതി തയ്യാറാകുമ്പോൾ ഞങ്ങൾ ഇനി കുറ്റങ്ങളിൽ നിന്ന് പിന്തിരിയണം എന്ന് ഒരു സ്ഥാനത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ സ്വാധീനമുള്ളവരോ ആയിട്ടുള്ള വൈദികർക്ക് പോലും അതൊരു ഉൾഭയമുണ്ടാകും, ഒരു മാനസാന്തരത്തിന് ഇടവരും. നന്ദി സിസ്റ്റർ ജസ്മി. ഇപ്പോൾ മനു ഭരത് വീണ്ടും ചേരുകയാണ് കോടതിയിൽ നിന്ന്. മനു, ഈ പ്രതി കോടതിയിൽ തന്നെ തുടരുകയാണോ? ശിക്ഷാവിധി നടപടികൾ ഉടൻ പ്രതീക്ഷിക്കാമോ? ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയോട് പറയാനുള്ളത് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകും.
അതുപോലെ പ്രതിഭാഗം അഭിഭാഷകന് ശിക്ഷയെക്കുറിച്ച് പറയാനുള്ള സാഹചര്യം, അവസരം, ഇതിനുശേഷം വിധി പറയുക എന്നതുപോലുള്ള നടപടികളാണുള്ളത്. അത് ഉച്ചയ്ക്ക് ശേഷമാകുമോ അതോ ഇപ്പോൾ തന്നെ ഉണ്ടാകുമോ? അതിനെ സംബന്ധിച്ച് കോടതി വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അല്പസമയത്തിനകം വിധി പ്രഖ്യാപിക്കാം എന്ന നിലപാടാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ ശിക്ഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ശിക്ഷ വിധിക്കുന്നതിന് മുൻപേ പ്രതിയെ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു കോടതി, നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന തരത്തിൽ കോടതിക്ക് ചോദിക്കേണ്ടി വരും. അതിനുശേഷം അഭിഭാഷകന് അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ വീണ്ടും നിർത്താൻ ഏത് തരത്തിലുള്ള ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷയിൽ കുറെ ദയവ് കാണിക്കണം തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കാനായി ഉള്ള ഒരു അവസരമുണ്ടാകും. പ്രതിഭാഗത്തിനും ഉള്ള അവസരം പോലെ തന്നെ പ്രോസിക്യൂഷനും കടുത്ത ശിക്ഷ വേണമെന്ന കൂടുതൽ മറ്റു ആളുകൾക്ക് ഒരു മാർഗം അല്ലെങ്കിൽ ഒരു മാതൃകയാകുന്ന തരത്തിൽ ശിക്ഷ വേണമെന്ന് മറ്റും വാദിക്കാൻ പ്രോസിക്യൂഷൻ ഉള്ള സാവകാശമുണ്ടാകും. അതിനുശേഷമായിരിക്കും അന്തിമമായ കുറ്റവിധി ഉണ്ടാകുക. ഏതായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, പോക്സോ നിയമപ്രകാരവും ഈ പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റ് 6 പേരെ സംബന്ധിച്ചിടത്തോളം അവർ നിരപരാധികളാണ് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഫാദർ റോബിൻ വടക്കഞ്ചേരി ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ്. മറ്റുള്ളവരും ഇവിടെ തന്നെ തുടരുന്നു. എല്ലാവരും ആ വിധിയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി കേൾക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി കോടതിയിൽ തന്നെ തുടരുന്നുണ്ട്. ശരി, ഏതായാലും കൊട്ടിയൂർ പീഡന കേസിൽ പെൺകുട്ടി ഇരയുടെയും മാതാപിതാക്കളുടെയും ഒക്കെ മൊഴി മാറ്റിച്ചിട്ടും അല്ലെങ്കിൽ ആ വിധം അവർ മൊഴി മാറ്റി പറഞ്ഞിട്ടും കോടതി വൈദികനെ ശിക്ഷിച്ചു എന്നതാണ്. ശിക്ഷയുടെ കാഠിന്യം എങ്ങനെ, എത്രമാത്രം എന്നതൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. കൊട്ടിയൂർ പീഡന കേസിൽ ഫാദർ റോബിൻ കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചു എന്നതാണ്. മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടു. പ്രധാന പ്രതിയായ വൈദികനെ, വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ച ഫാദർ റോബിനെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷ ഇന്നു തന്നെ വിധിക്കും.